പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആസിഫ് കെ യൂസഫിന്റെ നിയമനത്തിൽ സർക്കാരിനെതിരെ വിമർശനം ശക്തം. സ്വത്തുക്കൾ മറച്ചുവെച്ച് OBC കാറ്റഗറിയിൽ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് വാങ്ങിയാണ് ആസിഫ് IAS നേടിയത് എന്ന് VHP ആരോപിച്ചിരുന്നു. പ്രൊബേഷൻ പോലും പൂർത്തിയാക്കാത്ത ആസിഫ് കെ യൂസഫിന്റെ നിയമനം മുസ്ലിം ലീഗിന്റെ താല്പര്യപ്രകാരമെന്നും ആക്ഷേപമുണ്ട്. ശാലിനിയിലേക്ക് പോകാം. ശാലിനി, ഗുഡ് മോർണിംഗ്. ഞായറാഴ്ചയാണ്, പക്ഷേ ഞായറാഴ്ചയുടെ ആലസ്യം തന്നെ ഇല്ല. വലിയ ചൂടുള്ള വാർത്തകളുമായി നമ്മൾ തുടങ്ങുകയാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിയമനം വലിയ വിവാദമാകുന്നുണ്ടല്ലോ. ലീഗിന്റെ നോമിനിയാണ് എന്നൊക്കെയാണ് ആക്ഷേപം. എന്താണ് ശാലിനി, അങ്ങനെയാണോ? രാഖി, അശ്വതി, ഗുഡ് മോർണിംഗ്, നമസ്തേ. എന്തായാലും രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എന്നതൊരു കീ പോയിന്റ് ആണ്. സർക്കാർ തലത്തിൽ അവർ അധികാരത്തിലെത്തിയതിന് ശേഷം UDF സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം ചേർന്നപ്പോൾ തന്നെ എടുത്തൊരു തീരുമാനമാണ് ആസിഫ് കെ യൂസഫിനെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഡയറക്ടറായി നിയമിക്കാനായിട്ടുള്ളത്. ആ നിയമനത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉയരുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ VHPയുടെ നേതൃത്വത്തിലുള്ള പ്രസ് മീറ്റിൽ അതിലെ ചില തെളിവുകൾ പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ദേശീയ അധ്യാപക പരിഷത്ത് അടക്കമുള്ളവർ രംഗത്തെത്തുന്നത്. അധ്യാപകരുടെ സംഘടനയാണ്. അവർ ഉന്നയിക്കുന്നത് ഒരു കീ പോയിന്റ് ആണ്. പല പ്രധാനപ്പെട്ട കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ട ഒരു പദവിയിലേക്ക് ഇത്തരത്തിലൊരു രാഷ്ട്രീയ നിയമനം പാടില്ല എന്നുള്ളതാണ്. അതായത് മുസ്ലിം ലീഗിന്റെ നോമിനിയായിട്ടാണ് ആസിഫ് കെ യൂസഫിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് വിമർശനം ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അത് നമുക്കറിയാം, ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരെ ഏറ്റെടുക്കുമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് നടത്തിയ സ്വാധീനം, ഒപ്പം തന്നെ അതിന്മേലുള്ള ചർച്ചകൾ, പിന്നീട് ആ വകുപ്പ് കൃത്യമായി അവരുടെ കൈകളിലേക്ക് തന്നെ എത്തിയ ഒരു സാഹചര്യം. ഇതിന് പിന്നാലെയാണ് ആ വകുപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ കൃത്യമായിട്ടുള്ള കടിഞ്ഞാൻ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പോസ്റ്റിലേക്ക് ഇത്തരത്തിലൊരാളെ കൊണ്ടുവരുന്നത്. ഇദ്ദേഹം 2013 ബാച്ച് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിലധികം അദ്ദേഹം പ്രൊബേഷൻ പീരീഡിലാണ്. പ്രൊബേഷൻ പോലും കൃത്യമായി പൂർത്തിയാക്കാതെയാണ് അദ്ദേഹം ചുമതലകൾ വഹിക്കുന്നത് എന്നുള്ളതാണ്. നോർക്കയിൽ അടക്കം അദ്ദേഹം ചുമതലകൾ വഹിച്ചിരുന്നു. പക്ഷേ അതിലൊക്കെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. അദ്ദേഹം ഈ IAS നേടിയ സമയത്ത് ചില സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ നൽകണം. അപ്പോൾ സ്വത്തുകൾ മറച്ചു വെച്ചുകൊണ്ടാണ് OBC കാറ്റഗറിയിൽ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ആസിഫ് നൽകിയത് എന്നുള്ളതായിരുന്നു അന്ന് പരാതികളായി ഉയർന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ ഇൻകം ടാക്സ് അടക്കം നൽകുന്നു. ഇദ്ദേഹത്തിന്റെ പിതാവ് അടക്കമുള്ളവർ ഒരു വലിയ ബിസിനസ്സുകാരനാണ്, ടെക്സ്റ്റൈൽ ഉടമകളൊക്കെയാണ്. അപ്പോൾ അതിന്റെ ഷെയർ ആസിഫിന് കൂടിയുണ്ട്. അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങൾ ഉയരുകയും പിന്നീട് അത് പരാതിയായി എത്തുകയും ചേർന്നു. കേന്ദ്ര സർക്കാരിന് മുൻപിലേക്കും പിന്നെ അത് കോടതിയിലേക്കും എത്തിയതാണ്. 40 തവണയാണ് ആ കേസ് കഴിഞ്ഞ 2 പിണറായി സർക്കാരിന്റെ കാലത്തും മാറ്റിവെച്ചത് കോടതിയിൽ എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു തീരുമാനമൊന്നും ആകാതിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അത്തരത്തിൽ ആരോപണ വിധേയനായ പ്രൊബേഷൻ പൂർത്തിയാക്കാത്ത ഇത്തരത്തിൽ വ്യാജ രേഖകൾ ചമച്ചുകൊണ്ട് IAS നേടിയ ഒരു വ്യക്തിയെ ആ കീ പോയിന്റിലേക്ക് എത്തിച്ചതിലാണ് ഇപ്പോൾ വിമർശനം ഉയരുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. അതിന്റെ തയ്യാറെടുപ്പുകളും മറ്റ് ഒരുക്കങ്ങളും സംബന്ധിച്ചിട്ടുള്ള യോഗങ്ങൾ ചേരുന്നു. സംസ്ഥാനത്തിനകത്തും പുറത്തുമൊക്കെ ഈ കലോത്സവങ്ങൾ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്പീലുകളൊക്കെ വരികയാണെങ്കിൽ അതിലൊക്കെ തീരുമാനമെടുക്കേണ്ട ഒരു വ്യക്തി എന്ന നിലയിലൊക്കെ ഇത്തരത്തിലൊരു രാഷ്ട്രീയ നിയമനം നടത്തിയാൽ അദ്ദേഹം എങ്ങനെയായിരിക്കും ഒരു സ്വതന്ത്രനായി പ്രവർത്തിക്കുക എന്നുള്ള വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ, ഈ വാർത്ത വന്നതിന് പിന്നാലെ പ്രതികരിക്കാൻ ഒന്നും തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തയ്യാറായിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഒരു കീ പോയിന്റിലേക്ക് ഒരാളെ കൊണ്ടുവന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് അദ്ദേഹത്തിനെതിരെ പരാതി ഉയരുന്നത്. പക്ഷെ ആ പരാതിയോട് ലീഗിന്റെ മന്ത്രിയും അതേസമയം തന്നെ ആസിഫും പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ലീഗിന്റെ കുതന്ത്രം ഇവിടെ വ്യക്തമാകുകയാണ് രാഖി, ശാലിനി. കാരണം എന്ന് വെച്ചാൽ ഇത്രയധികം സ്വത്തുക്കളുള്ള ആൾക്ക് എങ്ങനെയാണ് വില്ലേജ് ഓഫീസിൽ നിന്ന് ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാൻ കഴിയുന്നത്? ഭരണത്തിൽ എങ്ങനെയാണോ പിടിമുറുക്കിയത് അങ്ങനെയാണ് ഓരോ വകുപ്പും കൈപ്പിടിയിലാക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് പറയാം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നല്ല കക്ഷിയാണ് മുസ്ലിം ലീഗിന്റെ.